ചൈന തങ്ങളുടെ മരുഭൂമിയിലേക്ക് 12 ലക്ഷം മുയലുകളെ തുറന്നുവിട്ടിരിക്കുകയാണ്. കേൾക്കുമ്പോൾ വിചിത്രമായൊരു പരീക്ഷണമായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ ചൈനയ്ക്ക് കൃത്യമായ ഒരു സീക്രട്ട് പ്ലാൻ ഉണ്ട്. ലോകത്തെ മുഴുവൻ വായ പൊളിപ്പിച്ചു നിർത്തിയ ചൈനയുടെ ആ വിചിത്രമായ പരീക്ഷണമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ കഥ തുടങ്ങുന്നത് 1859-ലാണ്. അന്ന് ഓസ്ട്രേലിയയിൽ ജനസംഖ്യ വളരെ കുറവായിരുന്നു. ബ്രിട്ടീഷുകാർ അവിടെ കോളനികൾ സ്ഥാപിക്കുകയായിരുന്നു. അപ്പോൾ വേട്ടയാടൽ എന്ന തൻ്റെ ഹോബി തുടരാൻ ആഗ്രഹിച്ച തോമസ് ഓസ്റ്റിൻ എന്ന ബ്രിട്ടീഷുകാരൻ കാട്ടുമുയലുകളും വീട്ടിൽ വളർത്തുന്ന മുയലുകളും അടങ്ങുന്ന 24 മുയലുകളെ ഒരു ഷിപ്മെൻ്റായി വരുത്തി വിക്ടോറിയയിലെ വിജിലോങ്ങിനടുത്തുള്ള തൻ്റെ എസ്റ്റേറ്റിൽ തുറന്നുവിട്ടു. വെറും 50 വർഷത്തിനുള്ളിൽ ആ 24 മുയലുകൾ വലിയ തോതിൽ പെറ്റുപെരുകി ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൻ്റെ 70% ഭാഗത്തും പടർന്നു പിടിച്ചു. ഓസ്ട്രേലിയയിൽ ഇവയെ വേട്ടയാടി തിന്നാൻ മറ്റു ജീവികളൊന്നും തന്നെ ഇല്ലാതിരുന്നതുകൊണ്ട് ഇവ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ പെരുകി. ഈ മുയലുകൾ ആ നാട് മുഴുവനുള്ള കൃഷികൾ നശിപ്പിക്കുകയും വ്യാപകമായി മണ്ണൊലിപ്പുണ്ടാക്കുകയും ആളുകളുടെ വീടുകളിൽ വരെ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ കയ്യിൽ നിന്നു പോയി വലിയൊരു ദുരന്തമായി മാറി. ഇതിനൊരു അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ മനുഷ്യർക്ക് ആ ഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗം എന്നേക്കുമായി ഉപേക്ഷിച്ചു പോകേണ്ടി വരുമെന്ന് വിദഗ്ധർ ഭയപ്പെട്ടു. ഓരോ വർഷവും 60 മൈലിലധികം ദൂരത്തേക്ക് തങ്ങളുടെ സാമ്രാജ്യം വ്യാപിപ്പിച്ചുകൊണ്ട് ഈ മുയലുകൾ രാജ്യത്തിൻ്റെ എല്ലാ പ്രവിശ്യകളിലും മുക്കിലും മൂലയിലും എത്തിപ്പെട്ടു. ഗവൺമെൻറ്റുകൾ അതിർത്തികളിൽ വേലികൾ കെട്ടുകയും വിഷം പ്രയോഗിക്കുകയുമൊക്കെ ചെയ്തെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഭൂമിക്കടിയിലെ മുയൽ മാളങ്ങൾ നശിപ്പിക്കാൻ കർഷകർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും മുയലുകളുടെ എണ്ണം കൂടി വരിക തന്നെ ചെയ്തു. വിശന്നുപൊരിഞ്ഞ അക്രമകാരികളായ ചില കാട്ടുമുയലുകൾ മനുഷ്യരെ പോലും ആക്രമിക്കാൻ നോക്കിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒരു പരിഹാരവുമില്ലാതെ വലഞ്ഞ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അവസാനം ഒരു കടും കൈ ചെയ്തു. അവർ കാട്ടുമുയലുകളെ പിടിച്ച് മിക്സോമ വൈറസ് കുത്തിവെച്ച് വീണ്ടും കാട്ടിലേക്ക് തുറന്നുവിട്ടു. ഈ വൈറസ് കാരണം ദാരുണവും വേദനയുമായ രോഗം വന്ന് ലക്ഷക്കണക്കിന് മുയലുകൾ ചത്തൊടങ്ങി. ഇതവരുടെ എണ്ണം വൻതോതിൽ കുറച്ചു. ജീവനുള്ള മൃഗങ്ങൾക്കിടയിൽ മനഃപൂർവ്വം ഒരു മാരക വൈറസ് പരത്തിയതിന് പല രാജ്യങ്ങളും ഓസ്ട്രേലിയയെ കുറ്റപ്പെടുത്തിയെങ്കിലും അവശേഷിച്ച മുയലുകൾക്ക് ആ വൈറസിനെതിരെ പ്രതിരോധശേഷി ഉണ്ടാകുന്നതുവരെ ഗവൺമെൻറ് വർഷങ്ങളോളം ഈ പരീക്ഷണം തുടർന്നു. 1990കളായപ്പോഴേക്കും ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞർ റാബിറ്റ് ഹെമറേജിക് വൈറസ് പ്രയോഗിച്ചു. രോഗം ബാധിച്ച മുയലുകളെ 48 മണിക്കൂറിനുള്ളിൽ കൊല്ലുന്ന ഒരു RNA അധിഷ്ഠിത വൈറസായിരുന്നു ഇത്. 1996-ൽ അവരിത് രാജ്യത്തുടനീളം മനഃപൂർവ്വം പരത്തി. ഇന്ന് ഏകദേശം 20 കോടി മുയലുകളാണ് ഓസ്ട്രേലിയയിലുള്ളത്. ഇവ ഇപ്പോഴും ഓരോ വർഷവും ഏകദേശം $200 മില്യൺ കൃഷിനാശമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു മൃഗത്തെ അതിൻ്റെ സ്വന്തം ഈക്കോസിസ്റ്റത്തിൽ നിന്ന് മാറ്റിയാൽ ഒന്നുകിൽ അത് ചത്തുപോകും, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം പെറ്റുപെരുകും എന്ന വലിയൊരു പാഠം ഈ ചരിത്ര ദുരന്തം ലോകത്തെ പഠിപ്പിച്ചു. ഇങ്ങനെയുള്ള ചരിത്രപരമായ മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും ചൈന തങ്ങളുടെ മരുഭൂമിയിലേക്ക് 12 ലക്ഷം മുയലുകളെ ഇറങ്ങിക്കൊണ്ട് വലിയൊരു പരീക്ഷണത്തിന് മുതിരുകയാണ്. രസകരമായ കാര്യം, ചൈന ഏറ്റവും കൂടുതൽ മുയലുകളെ വളർത്തുന്ന രാജ്യമാണ്. ഓരോ വർഷവും ഏകദേശം 99 കോടി മുയലുകളെയാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. മരുഭൂമി വീണ്ടെടുക്കുന്ന ഈ സോണുകളിലേക്ക് എന്തുകൊണ്ടാണ് അവർ 10 ലക്ഷം വിദേശ മുയലുകളെ കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചൈനയുടെ ചരിത്രത്തിലേക്കൊന്ന് പിന്നോട്ട് നോക്കണം. 1950കളിൽ അന്നത്തെ ചെയർമാൻ മാവോ സേതുങ് മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കണം എന്ന മുദ്രാവാക്യത്തോടെ കൃഷിയും വ്യാവസായികവൽക്കരണവും വേഗത്തിൽ നവീകരിക്കാനായി ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്നൊരു ക്യാമ്പയിൻ തുടങ്ങി. 4 പെസ്റ്റ്സ് ക്യാമ്പയിനിൻ്റെ ഭാഗമായി മാവോ കുരുതികൾ, എലികൾ, ഈച്ചകൾ, കൊതുകുകൾ എന്നിവയെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഉത്തരവിട്ടു. കുരുവികൾ മാത്രം രാജ്യത്തെ വലിയൊരു ഭാഗം കൃഷിയും തിന്നുതീർക്കുന്നുവെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇവയെ വേട്ടയാടാൻ ജനങ്ങൾക്ക് റിവാർഡുകൾ നൽകി. ആളുകൾ കൊട്ടും പാത്രങ്ങളും കൊട്ടി ശബ്ദമുണ്ടാക്കി പക്ഷികളെ പറപ്പിച്ചു. പക്ഷെ മാവോ ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി. കൃഷി നശിപ്പിക്കുന്ന പുഴുക്കളെയും പ്രാണികളെയുമായിരുന്നു ഈ കുരുവികൾ തിന്നിരുന്നത്. കുരുവികളില്ലാതായതോടെ പ്രാണികളും വെട്ടുകിളികളും വൻതോതിൽ പെരുകി കൃഷിയിടങ്ങൾ ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്തു. ഈ ക്യാമ്പയിനിലൂടെ ഏകദേശം 100 കോടി കുരുവികളും 190 കോടി എലികളും 100 കോടി കിലോഗ്രാം ഈച്ചകളും 1.1 കോടി കിലോഗ്രാം കൊതുകുകളും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ പൊളിറ്റിക്കൽ പ്രഷർ കാരണം ഈ കണക്കുകൾ കൂട്ടിക്കാണിച്ചതാകാൻ സാധ്യതയുണ്ട്.
ഇത് കാരണം 1959 മുതൽ 61 വരെ നീണ്ടുനിന്ന ഭയാനകമായൊരു പട്ടിണിയുണ്ടാകുകയും കോടിക്കണക്കിന് മനുഷ്യർ മരിക്കുകയും വലിയ വനപ്രദേശങ്ങൾ വരണ്ട മരുഭൂമികളായി മാറുകയും ചെയ്തു. ആ ചരിത്രപരമായ തെറ്റിന്റെ പ്രത്യാഘാതങ്ങൾ ചൈന ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ സ്വന്തം നാഷണൽ ഫോറസ്ട്രി ആൻഡ് ഗ്രാസ്ലാൻഡ് അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് 1998 ആയപ്പോഴേക്കും ചൈനയിൽ ഏകദേശം 26.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം മരുഭൂമിയായി മാറി. ഇത് രാജ്യത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ 27.4% വരും. കൂടാതെ 40 കോടിയോളം ജനങ്ങളെ ഇത് ബാധിക്കുകയും ചെയ്തു. അതിനുശേഷം ചൈന നടത്തിയ മരുഭൂമി വിരുദ്ധ പ്രവർത്തനങ്ങൾ കാരണം 2019 ആയപ്പോഴേക്കും ഈ കണക്ക് 25.7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞെങ്കിലും പ്രശ്നം ഇപ്പോഴും വളരെ വലുതാണ്. ഈ വേഗത്തിലുള്ള മരുഭൂമിവൽക്കരണം കാരണം കടുത്ത ജലക്ഷാമം, മഴക്കുറവ്, ശക്തമായ മണൽക്കാറ്റുകൾ എന്നിവയുണ്ടാവുകയും ഗ്രാമങ്ങളിലെ ആളുകൾ കൂട്ടത്തോടെ നഗരങ്ങളിലേക്ക് കുടിയേറാൻ നിർബന്ധിതരാവുകയും ചെയ്തു. സാമ്പത്തികമായി നോക്കിയാൽ ഈ പരിസ്ഥിതി പ്രതിസന്ധി ചൈനയ്ക്ക് ഓരോ വർഷവും കോടിക്കണക്കിന് യുവാനാണ് നഷ്ടമുണ്ടാക്കുന്നത്. ഇത് രാജ്യത്തിന്റെ വടക്കൻ പടിഞ്ഞാറൻ ഭാഗങ്ങളിലുള്ള ജനങ്ങളുടെ ജീവിതോപാധിയെപ്പോലും ബാധിക്കുന്നു. ഇതിനെ ചെറുക്കാൻ ചൈന 3 ഘട്ടങ്ങളുള്ള വലിയൊരു വനവൽക്കരണ പ്രോജക്റ്റ് തുടങ്ങി. ഇതിലെ 1ാം ഘട്ടം വനസംരക്ഷണമായിരുന്നു. ഇതിനായി അധികൃതർ മരുഭൂമിയിലെ മണൽപ്പരപ്പുകളിൽ വിമാനങ്ങൾ വഴി വരൾച്ചയെ അതിജീവിക്കുന്ന മരങ്ങളുടെ വിത്തുകൾ വിതറി. 2ാം ഘട്ടം കൃഷിയിലായിരുന്നു. കുറഞ്ഞ വെള്ളം മാത്രം ആവശ്യമുള്ള വിളകൾ മരുഭൂമിയുടെ അതിരുകളിൽ കൃഷി ചെയ്യാൻ അവർ പ്രാദേശിക കർഷകരെ പ്രോത്സാഹിപ്പിച്ചു. ചെടികളും കൃഷിയും വിജയകരമായി വളർന്നു വന്നതോടെ അവിടുത്തെ ഇക്കോസിസ്റ്റം പൂർണ്ണമാക്കാൻ മൃഗസംരക്ഷണം കൂടി കൊണ്ടുവരിക എന്നതായിരുന്നു അവസാന ഘട്ടം. വർഷങ്ങൾ നീണ്ട തീവ്രമായ ഗവേഷണങ്ങൾക്ക് ശേഷം പുതുതായി രൂപം കൊണ്ട ഈ പച്ചപ്പു നിറഞ്ഞ പ്രദേശങ്ങളെ നിലനിർത്താൻ ശാസ്ത്രജ്ഞർ റെക്സ് റാബിറ്റ് എന്ന മുയലിനത്തെ തിരഞ്ഞെടുത്തു. ഈ ഇനം മുയലുകൾ പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ് ഉപകരിക്കുന്നത്. ചൈനയിലെ ആളുകൾക്ക് മുയൽ ഇറച്ചിയും അതിൻ്റെ രോമവും ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടുതന്നെ ഇവയെ വളർത്തുന്നതിലൂടെ കർഷകർക്കൊരു സ്ഥിര വരുമാനമുണ്ടാക്കാൻ സാധിക്കും. കൂടാതെ സൂചിപ്പ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില പ്രത്യേക സ്വഭാവങ്ങളും ഈ മുയലുകൾക്കുണ്ട്. റെക്സ് മുയലുകൾ അവിടുത്തെ ചെടികൾ കടിച്ചു തിന്നുകയും അവയുടെ കാഷ്ടം ഒരു പ്രകൃതിദത്ത വളമായി പ്രവർത്തിച്ച് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്നിവ നേരിട്ട് മണ്ണിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ഈ വളം മണ്ണിൽ ലയിച്ച് ഹ്യൂമസായി മാറുന്നു. ഇത് മൺതരികളെ കറുത്ത നിറമാക്കാനും മണ്ണിൽ ഈർപ്പം നിലനിർത്താനും അതിനെ നല്ല ഫലഭൂയിഷ്ടമാക്കാനും സഹായിക്കുന്നു. ഇത് വിത്തുകൾ സ്വാഭാവികമായി മുളയ്ക്കാൻ സഹായിക്കുകയും വനവൽക്കരണ പ്രക്രിയയുടെ വേഗത ഒത്തിരി കൂട്ടുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ഒരു പെൺ റെക്സ് മുയലിന് ഒരു വർഷത്തിൽ 40 മുതൽ 50 വരെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ കഴിയും. കൂടാതെ കഠിനമായ കാലാവസ്ഥയോടും വളരെ പെട്ടെന്ന് പൊരുത്തപ്പെടാനും ഈ ഇനത്തിന് സാധിക്കും. ചൈന ഈ 12 ലക്ഷം റെക്സ് മുയലുകളെ കൊണ്ടുവന്ന് ഇന്നർ മംഗോളിയയിലെ കുബൂക്കി മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങളിൽ വില്ലോ പ്ലാന്റേഷനുകൾക്കടുത്ത് വളരെ കർശനമായി നിയന്ത്രിക്കപ്പെടുന്ന ക്ലോസ് ലൂപ്പ് ഈക്കോ ഫാമുകളിൽ പാർപ്പിച്ചു. ഒരിക്കൽ മരണത്തിന്റെ കടൽ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ കുബൂക്കി ചൈനയിലെ 7ാമത്തെ വലിയ മരുഭൂമിയാണ്. ഈ വില്ലോ മരങ്ങൾ മുയലുകൾക്ക് ഭക്ഷണമായി മാറുന്നു. പകരം മുയലുകളുടെ കാഷ്ടം ആ മണ്ണിൽ നല്ലൊരു വളമായി മാറുന്നു. ഇതിന്റെ ഫലം വളരെ അത്ഭുതകരമായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ കുബൂക്കി മരുഭൂമിയുടെ 1/3 ഭാഗം, അതായത് 6250 ചതുരശ്ര കിലോമീറ്റർ വീണ്ടെടുക്കാൻ സാധിച്ചു. അങ്ങനെ ആ വരണ്ട മണൽക്കാട് പച്ചപ്പു നിറഞ്ഞ പുൽമേടുകളായി മാറി. 2020 ആയപ്പോഴേക്കും കുബൂക്കിയിലെ ഈ ഹരിത സമ്പദ് വ്യവസ്ഥ വഴി $10 ബില്യൺ വരുമാനമുണ്ടായി. കൂടാതെ മുയൽ വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന അവിടുത്തെ പ്രാദേശിക കർഷകർക്ക് ഇപ്പോൾ ഓരോ കുടുംബത്തിനും വർഷത്തിൽ 10,000-ഓളം യുവാൻ വരുമാനമായി ലഭിക്കുന്നു. നിലവിൽ ചൈനയുടെ ഹരിത പ്ലാനുകൾക്ക് ഈ മുയലുകൾ വേഗത കൂട്ടുന്നുണ്ടെങ്കിലും ഓസ്ട്രേലിയ നൽകിയ പാഠം ഇപ്പോഴും വ്യക്തമാണ്. ഇവയുടെ എണ്ണം കൈവിട്ടുപോയാൽ തങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ച അതേ ഭൂമിയെ തന്നെ ഇവ തിരിഞ്ഞു കൊത്തി നശിപ്പിച്ചേക്കാം. ചൈനയുടെ ഈ വലിയ പാരിസ്ഥിതിക പരീക്ഷണം അവസാനം വിജയിക്കുമോ അതോ അവർക്ക് തന്നെ തിരിച്ചടിയാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം. ഇങ്ങനെയുള്ള പാരിസ്ഥിതിക തന്ത്രങ്ങളാണോ മുന്നോട്ടുള്ള ശരിയായ വഴിയെന്ന ചോദ്യവും, കൂടാതെ ഇന്ത്യയിലെ ഥാർ മരുഭൂമി പോലെ വലിയ വരണ്ട പ്രദേശങ്ങളുള്ള മറ്റു രാജ്യങ്ങൾ ഇത്തരം വ്യത്യസ്തമായ വനവൽക്കരണ പ്ലാനുകളെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടതുണ്ടോ എന്ന കൗതുകമുണർത്തുന്ന ചോദ്യവും ഇത് ബാക്കി വയ്ക്കുന്നു. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.